ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ചമ്മയുടെ ഡാൻസ് ആണ്. ഇന്നല്ല, ശരിക്കും നടന്നത് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ആണ്. മടിയാണ് ഗൈസ്, ഭയങ്കര മടിയാണ്. പിള്ളേരുടെ കാര്യമൊക്കെ നോക്കി വരുമ്പോൾ യൂട്യൂബിൻ്റെ കാര്യം മറന്നു പോവാണ് ഗൈസ്. ഷോർട്സ് വീഡിയോ ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ലോങ് വീഡിയോ ഇടാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ എന്നെ പോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അംഗൻവാടി തൊട്ട് അവൾ ഡാൻസ് കളിക്കാൻ തുടങ്ങിയതാ. എന്നാലും അവൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. സ്റ്റേജിൽ കയറുന്ന ടൈമിലൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവളൊന്നും തരക്കേടില്ലാണ്ട് കളിച്ചു ട്ടോ. അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് തന്നെയായിട്ട് കുറേ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള കുറേ ഡാൻസുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടോട്ടൽ ഒരു 3 ഡാൻസ് ഉണ്ടായിരുന്നു. ഒരു ലഹരി വിരുദ്ധത്തിനോടനുബന്ധിച്ചിട്ട് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ഡ്രസ്സ് മാറാനായിട്ടാ. അപ്പോൾ ഇവരുടെ PTA ആൾക്കാർ വന്നിട്ട് ഡ്രസ്സ് മാറാനൊക്കെ ഇങ്ങനെ ഓരോ ഡാൻസിനും ഇത്ര ആൾക്കാർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെന്ന്, എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, എന്നാലും നമ്മൾ എന്തൊക്കെയാണെന്നൊന്ന് ചെന്ന് നോക്കുമല്ലോ. അങ്ങനെ 2 മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവളാണെച്ചാ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഓരോന്ന് ഗോഷ്ടി കാണിക്കാനുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് മിണ്ടാണ്ടിരിക്കുക, അനങ്ങാണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ട്ടോ. ഇതിന്റെ ഇടയിൽ പാചകപ്പുര നിർമ്മാണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇവരുടെ സ്കൂളിൽ പുതിയൊരു ബിൽഡിംഗ് വരണം, മറ്റേ കിച്ചൺ അടുക്കളയുടെ ഇതായിട്ട്. അപ്പൊ അതിന്റെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ MLA സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് ഉദ്ഘാടനം ചെയ്യണേ ട്ടാ. അപ്പൊ അവിടെ പോയി കുറച്ചു നേരം പേരൻസ് വന്നിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചു നേരം പോയി അറ്റൻഡ് ചെയ്തു. അപ്പൊ എനിക്ക് ഗുഡ് ഡേയുടെ ഒരു ബിസ്ക്കറ്റും ഒരു ഗ്ലാസ് ചായയും കിട്ടിയിട്ടാ. അപ്പൊ നമ്മുടെ ഡുണ്ടു അച്ഛന്റെ കൂടെ അവിടെ ഭയങ്കര അംഗാണ്. എപ്പോഴാണ് കറിയാന്ന് പറഞ്ഞിട്ട് ഞാൻ കുഞ്ചുവിന്റെ അടുത്ത് വന്നിട്ട് പറയും ഞാൻ പോട്ടെ. അവള് പറയും കുറച്ച് സമയം ഇരിക്കാം, അത് കഴിഞ്ഞിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പിടിച്ചിരുത്താണ് അവള്. എല്ലാ കൊല്ലവും ഇങ്ങനെ തന്നെയാണ് ട്ടാ. ഭയങ്കരമായിട്ട് മേക്കപ്പും ഭയങ്കര ഫൗണ്ടേഷൻ ഭയങ്കരമായിട്ട് കൂടുതലിടുന്നുണ്ട് ട്ടോ. അപ്പോൾ കുഞ്ചു പറയുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിയുണ്ടമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഇങ്ങനെ ടീച്ചർ പറയുന്നുണ്ട് മാന്തരുത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈവച്ച് വീശിയാൽ മതി ചൊറിയിനോടുത്ത്, മാന്തി കഴിഞ്ഞാൽ അതൊക്കെ പോവും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കാൻ കേട്ടോ. അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്ന് പതുക്കെ പോന്നു കേട്ടോ. കാരണം ഡുണ്ടു ഭയങ്കര കരച്ചിലായിരുന്നു. അവന് ഫീഡ് ചെയ്യണം, കുറേ നേരമായി വന്നിട്ടേ. അപ്പോഴേക്കും അവൾക്ക് ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു ട്ടോ. എന്തോ ദോശയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞാനൊരു 6:30 7 മണിയായിട്ടാണ് വന്നത് ട്ടോ. അപ്പോൾ അച്ചമ്മയും അതായത് എൻ്റെ അമ്മായിമ്മയും ഹസ്ബൻഡും എല്ലാവരും കൂടിയാണ് ഒരുമിച്ചാണ് വന്നത് ട്ടോ. അപ്പോൾ അത്യാവശ്യം ഈ നാട്ടിലെ ഒരുവിധ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ട്ടോ. അപ്പോൾ ഞാൻ കുഞ്ചമ്മയോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ. കുഞ്ചമ്മ ഇവിടുന്ന് പോയാലും അടുത്ത കൊല്ലം ഈ ആനിവേഴ്സറി കാണാനായിട്ട് നമുക്ക് വരാട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടികളുടെ ഡാൻസ് കാണാനും ഈ പ്രോഗ്രാംസ് ഒക്കെ. അതും ഈ LP സെക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അവർ നല്ല രസമായിട്ട് ഇങ്ങനെ കളിക്കും ട്ടോ. അതും ഒരുപാട് ഡാൻസ് ഉണ്ടാവും ട്ടോ. കുഞ്ചമ്മയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് ഇവരൊരു 2 മണിക്ക് 2:30 3 മണിയാകുമ്പോഴേക്കും മേക്കപ്പ് ഇട്ടിട്ട് പിന്നെ അതൊരു 10 മണി വരെയൊക്കെയാണ്, അല്ല ഒരു 8:30 9 മണിക്കൊക്കെ അവരുടെ ഡാൻസ്. അതുവരെ ഈ ഡ്രസ്സും വിത്ത് മേക്കപ്പും. അപ്പോൾ അവർക്ക് ഡ്രസ്സ് അമ്മ എനിക്ക് കുത്തി തറച്ചിട്ട് വയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ കുഞ്ചുവിനോട് ഞാൻ പറഞ്ഞു, ഓ വർഷത്തിൽ ഒരു ദിവസമല്ലേ കുഞ്ചു, അതങ്ങോട്ട് സഹിക്കി, ഡാൻസിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറയുമ്പോൾ അവള് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു 5 മണിക്ക് 5:30 അങ്ങോട്ട് തുടങ്ങിയതാണ്. പിന്നെ പ്രസംഗവും പിന്നെ സ്വാഗതം പറച്ചിലും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ട്ടോ. കുറേ സമ്മാനം കൊടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു 7:30 8 മണി ആയപ്പോഴാണ് തുടങ്ങിയത് ട്ടോ. ഇതിന്റെ സോങ്സ് വെക്കാണ്ടിരുന്നത് കാരണം ഇത് കോപ്പിറൈറ്റ് കിട്ടും. കാരണം ഞാൻ കുഞ്ചമ്മയുടെ ഒരു ഡാൻസ് ഷോർട്സ് ആക്കിയപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേറെ യൂട്യൂബിൽ നിന്ന് സോങ് എടുത്തിട്ട് ആഡ് ചെയ്ത് തന്നു ട്ടോ. അതുകൊണ്ടാണ് ഡാൻസിന്റെ പാട്ടുകളൊന്നും ഞാൻ വെക്കാത്തത്. എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമെന്നല്ല പേടിയുണ്ട്. ഡുണ്ടുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഇറിറ്റേഷൻ തോന്നി. കാരണം ഒരു സ്ഥലത്ത് കുട്ടി അനങ്ങാണ്ടിരിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഗത്യന്തരമില്ലാണ്ട് ഞാൻ ഇത്രയും ഒരു 2 മണിക്കൂറൊക്കെ എടുത്തോണ്ട് നടന്നിട്ടുണ്ട് ട്ടോ. പിന്നെ ഹസ്ബൻഡ് കയ്യിൽ കൊടുക്കും, ആളെടുത്തോണ്ട് നടക്കും. ഇതിങ്ങനെ അയ്യോ ഭയങ്കര ഒരു കൊച്ചുകുട്ടികളെ കൊണ്ട് ഇങ്ങോട്ട് പോവാന്ന് പറയുമ്പോൾ, അത് ഇത്രയും മണിക്കൂറോളം ഇരിക്കുന്ന കാര്യമെന്ന് പറയുമ്പോൾ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. എന്നാലും അവൻ ഭയങ്കര അലമ്പായിരുന്നു ഗൈസ്. ഡുണ്ടുവിനെ പിന്നെ ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോയിട്ടാ. അപ്പോൾ ചേച്ചി ക്ലാസ് റൂമിൽ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഇരിക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പേരൻസിന് പറ്റില്ല. PTA കമ്മിറ്റിക്കാർക്കും ടീച്ചേഴ്സിനൊക്കെ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ. അപ്പോൾ ഇവള് ജനലയുടെ സൈഡിൽ ഇങ്ങനെ അവളും അവളുടെ ഫ്രണ്ട്സ് വന്നപ്പോൾ അവളുടെ ഫ്രണ്ട്സ് ചോദിച്ചു ഇതിൽ ഏതാ നിന്റെ ചേച്ചിയെ, കാരണം എല്ലാവരും ഒരേപോലെയാണ് കാണാൻ ട്ടോ. അപ്പോൾ കുട്ടിക്ക് തന്നെ തെറ്റി. പിന്നെ അവള് പറഞ്ഞു ഞാനാടാ നിന്റെ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവളിങ്ങനെ അവനോട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ PTA ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ട് 2-3 ഫോട്ടോ ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് കയറിയത്. എന്നിട്ട് 2-3 ഫോട്ടോസൊക്കെ എടുത്തു ട്ടോ. പിന്നെ അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുത്തു അവളെ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷേ ഇക്കൊല്ലത്തെ ഡ്രസ്സ് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. കുഞ്ചു ഡാൻസിന് സ്റ്റേജിൽ കയറി കഴിഞ്ഞാണ്ടല്ലോ എനിക്ക് ഭയങ്കര എന്താ പറയാ നമുക്ക് കിട്ടാത്ത ഒരു സംഭവം നമ്മുടെ മക്കൾക്ക് കിട്ടുമ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയാ ഒരു മൊമെന്റ് ഉണ്ടല്ലോ. എനിക്ക് ഭയങ്കര അമ്മ എന്ന നിലയിൽ എനിക്കത് ഭയങ്കര ആസ്വദിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫോൺ ഹസ്ബൻഡിൽ കൊടുത്തു. സംഭവം എനിക്ക് ഇത് ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണിൽ നിന്നൊക്കെ ചിലപ്പോൾ വെള്ളം വരും. അപ്പോൾ എനിക്ക് അതൊന്ന് ആസ്വദിക്കാനായിട്ട്
എന്നിട്ട് ഞാൻ അടുത്ത് തന്നെ സ്റ്റേജിന്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കും ട്ടോ. പക്ഷെ അവള് എന്നെ കണ്ടിട്ടില്ല, ഞാൻ വന്ന് നിൽക്കുന്നൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ട്ടോ. പരമാവധി എഫർട്ട് എടുത്തിട്ട് കളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഡാൻസ് ഒക്കെ സൂപ്പറായി കുഞ്ചു എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ട്ടോ. പിന്നെ അവളെ മറ്റേ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ വിടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അവൾക്ക് കാലുവേദനയുണ്ട്. അപ്പൊ ഇതന്നെ കളിക്കുമ്പോൾ കാലുവേദന എടുക്കുമെന്നുള്ള എനിക്ക് നല്ലൊരു പേടിയുണ്ട്. ചെറുപ്പം മുതലേ അവൾക്ക് കാലുവേദനയുണ്ട്. അത് ഒരുവിധം കുട്ടികൾക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഈ കാലുവേദന എന്ന് പറഞ്ഞ സാധനം. അപ്പൊ ഞാൻ ടോണിക്കും അത് ഇതൊക്കെ കൊടുക്കും. പിന്നെ ഫുഡ് കടി ഭയങ്കര കുറവാണ്. അതാണ് ഈ കാലുവേദന മെയിനായിട്ട് വരണേ. അതുകൊണ്ട് എനിക്ക് ഡാൻസിന് വിടാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്ലാസിക്കലൊക്കെ പഠിക്കുക. അവള് പഠിക്കുന്നതും അവള് സ്റ്റേജിൽ കളിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് മെയിനായിട്ട് കാലുവേദന ഉള്ള കാരണമാണ് ഞാൻ വിടാത്തത്. അങ്ങനെ ഡാൻസ് ഒക്കെ നന്നായി കളിച്ച് അത് കഴിഞ്ഞ് ഞങ്ങള് കുറേ നേരം അവിടെ ഇരുന്ന് കുറേ വേറെ ഡാൻസുകൾ കുറേ ഉണ്ടായിരുന്നു. അത് കുറേ നേരം ഇരുന്ന് കണ്ടു ട്ടോ. അപ്പോഴേക്കും ഡുണ്ടുവിന് ഭയങ്കര അലമ്പായിരുന്നു. എന്നാലും ഞാൻ പിടിച്ചു നിർത്തി ഡാൻസുകളൊക്കെ കണ്ടു. അവസാനത്തെ ഡാൻസാണ് ട്ടോ ഇത്. ഇതിലെല്ലാ ഡാൻസുകാരും ഒരുമിച്ചിട്ട് ഒരു കുഞ്ഞൊരു ഡാൻസാണ് കേട്ടോ. അത് ഈ ലഹരി വിരുദ്ധത്തിനോടനുബന്ധിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടു. ഇതാണ് ലാസ്റ്റ് ഡാൻസ്. ഇതോട് കൂടി കഴിഞ്ഞു കേട്ടോ. ഡാൻസ് കഴിഞ്ഞ ശേഷം അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഐസ്ക്രീം വേണം. കാരണം ഈ സ്കൂളിൻ്റെ മുന്നിൽ ഈ പരിപാടിക്ക് എല്ലാ കൊല്ലവും ഐസ്ക്രീംകാരൻ വന്ന് നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു പെട്ടി ഓട്ടോയിൽ അപ്പം ഞങ്ങൾ പോയിട്ട് ഐസ്ക്രീമൊക്കെ രണ്ടാൾക്കും മേടിച്ച് കൊടുത്തു കേട്ടോ. കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി. അപ്പോഴേക്കും ഡുണ്ടുവിന് ഉറക്കം വന്നിട്ട് ഭയങ്കര വാശിയൊക്കെയായിരുന്നു. പിന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് ഇളക്കി കളയാനാണ് കേട്ടോ. പരമാവധി ഞാൻ വെളിച്ചെണ്ണൊക്കെ തേച്ച് ഇളക്കി കളഞ്ഞു. എന്നാലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഫൗണ്ടേഷൻ്റെ ഒക്കെ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ആശാത്തി കിടന്ന് ഉറങ്ങിയിട്ടാ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുഞ്ചുവിൻ്റെ ഡാൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് വേഗം ചെയ്തോളൂ. അപ്പോൾ ഓക്കെ ബൈ.